ജോലി സ്ഥലത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അതിന്റെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറയത്തില്ല. ദേ ഡോണ്ട് വാണ്ട് എനി ആൻസേഴ്സ് ഫ്രം യു, ദേ വാണ്ടഡ് എ റിസൾട്ട്, ദേ വാണ്ട് യു ടു ആക്ട് ഓൺ സംതിങ് ആൻഡ് പ്രൊഡ്യൂസ് ദ ഡിസൈർഡ് റിസൾട്ട്. അത് ചെയ്യാൻ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ പാസ്സായ അറിവ് മാത്രം പോരാ. അങ്കിള് എംപ്ലോയബിലിറ്റിയെ പറ്റി പറഞ്ഞില്ലേ? ഓക്കെ, എന്താണ് എംപ്ലോയബിലിറ്റി? അതെങ്ങനെ ആർജിച്ചെടുക്കാം? നമ്മള് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയി തീരണമെന്ന് ചെറുപ്പത്തിലെ തന്നെ പിള്ളേർ ആഗ്രഹിച്ചിട്ട് അതിനുള്ള എൻട്രൻസ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ എഴുതും. എന്നിട്ട് എൻട്രൻസിൽ കിട്ടുന്ന റാങ്ക് അനുസരിച്ചിട്ടേ ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടാറുള്ളൂ. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതിന് ചേരാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. പിന്നെ പോയിട്ട് കിട്ടുന്ന എലിജിബിൾ ആയിരിക്കുന്ന ഒരു കോഴ്സിന് പോയിട്ട് നമ്മൾ ചേരും. അത് ചേർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കുറേ ഇൻഫർമേഷൻ, കുറേ നോളജ് നമ്മൾ അക്വയർ ചെയ്യും. ഈ അക്വയർ ചെയ്തിരിക്കുന്ന നോളജ് ഒരു ജോലി സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഓരോ ജോലി സ്ഥലത്തും മനുഷ്യന്റെ അറിവിനെ ആ ജോലി സ്ഥാപനത്തിന്റെ ആവശ്യം സാധിച്ചെടുക്കാനുള്ള രീതിയിലാണ് അത് മോൾഡ് ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ മോൾഡ് ചെയ്ത് മാറ്റുന്നിടത്ത് നമ്മുടെ ഈ നോളജിനെ പ്രാക്ടിക്കലി ഉപയോഗിക്കാനുള്ള മിടുക്കിനാണ് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത്. ജോലി സ്ഥലത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അതിന്റെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറയത്തില്ല. ദേ ഡോണ്ട് വാണ്ട് എനി ആൻസേഴ്സ് ഫ്രം യു, ദേ വാണ്ടഡ് എ റിസൾട്ട്, ദേ വാണ്ട് യു ടു ആക്ട് ഓൺ സംതിങ് ആൻഡ് പ്രൊഡ്യൂസ് ദ ഡിസൈർഡ് റിസൾട്ട്. അത് ചെയ്യാൻ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ പാസ്സായ അറിവ് മാത്രം പോരാ. അപ്പൊ നമ്മൾ പഠിച്ച വിവരങ്ങള് പ്രയോഗിക്കാനും അതിനനുസരിച്ചിട്ട് ആൾക്കാരോട് ആശയവിനിമയം ചെയ്യാനും ആശയവിനിമയത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാതെ ആശയവിനിമയം നടത്തി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാനുമുള്ള പ്രാപ്തി, ഇതിനാണ് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ നോളജ് എന്തുമായിക്കോട്ടെ, യു മേ ബി എ സൈക്കോളജിസ്റ്റ്, യു മേ ബി എ വീഡിയോഗ്രാഫർ, യു മേ ബി എ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ, യു മേ ബി എ മാർക്കറ്റിംഗ് പേഴ്സൺ, എന്തുമായിക്കോട്ടെ, അൾട്ടിമേറ്റ്ലി ആ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. അത് മനസ്സിലാക്കി എടുക്കണം. ആ ഒബ്ജക്റ്റീവ് സാധിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് ഓരോന്നായി ചെയ്യാനുള്ള മിടുക്ക് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ നോളജ് കൊണ്ട് നിങ്ങൾ അത് നേടിയെടുക്കണം. പഠിച്ചൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ഗ്രാസ്പ് ചെയ്ത് ആ വിഷയത്തിലെ പ്രസക്തമായ കാര്യങ്ങൾ ഒരു ചോദ്യകർത്താവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഉത്തരക്കടലാസിൽ എഴുതി വെക്കാനും ചോദിക്കുന്ന ആളിനോട് ആ ഉത്തരങ്ങൾ പറയാനും ഉള്ള മിടുക്കാണ് ക്വാളിഫിക്കേഷന്റെ അർത്ഥം. അത് പഠിച്ചിരിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചാണ്. അതായത് നമുക്കൊരു കാര്യം ഗ്രാസ്പ് ചെയ്യാനും ഗ്രാസ്പ് ചെയ്തത് റിപ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള മിടുക്കാണ് ക്വാളിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വിഷയവും അതുപോലെ ആ ഗ്രാസ്പിംഗ് ആൻഡ് റിപ്രൊഡക്ഷൻ ആൻഡ് യൂസിങ് ഓഫ് ദറ്റ് ഇൻഫർമേഷൻ ഈസ് വാട്ട് ഈസ് നെസസറി ഇൻ എ ജോബ് എൻവയോൺമെന്റ്. അവിടെ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്ന പോലെ അല്ല ചിന്തിക്കേണ്ടത്. സോ പഠിച്ചു വരുന്ന ഒരാളിന് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് അയാൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടതാണ്. ഞാൻ ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊരു എംപ്ലോയി ഉണ്ടായിരുന്നു, മീൻസ് ഞാൻ റിക്രൂട്ട് ചെയ്ത ഒരാള് IIT നിന്ന് ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ആളാണ്. പക്ഷെ അയാൾ സാഹിബിനെ കാണുമ്പോഴത്തേക്ക് അയാൾ ബബ്ബ എന്ന് പറഞ്ഞാൽ അയാൾ വിൽക്കും. അയാൾക്ക് വിക്കൽ വന്നു കഴിഞ്ഞിട്ട് അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അയാളെ റിക്രൂട്ടേഴ്സ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് ഇയാൾ പാമ്പ് ചീറ്റുന്ന പോലെ ചീറ്റുന്ന ഒരു ശബ്ദമാണ് വരുന്നതെന്ന്. അയാൾ പറയുന്ന സാധനം എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെ ഈ ആളിന് കൗൺസിലിംഗ് കൊടുത്ത് ഇയാളിനെ കൊണ്ട് ഒച്ചത്തിൽ സംസാരിപ്പിച്ച് ഇയാളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ, യു ആർ എ റാങ്ക് ഹോൾഡർ, യു ക്യാൻ അക്വയർ ദിസ് സ്കിൽ ഓൾസോ. ഇത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദെൻ ഹി ബിലീവ്ഡ് യെസ് ഹി ക്യാൻ ഡു ഇറ്റ്. അത് കഴിഞ്ഞ് പുള്ളി ഇന്റർവ്യൂവിന് വരുന്നപ്പോഴത്തേക്ക് ഈ ശബ്ദം വരുന്നില്ല. മറ്റേ പുള്ളിക്ക് റാങ്ക് ഹോൾഡർ ആണെന്ന് പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഐ എം റാങ്ക് ഹോൾഡർ, ഐ എം ദ ക്രീം ഓഫ് ദ ക്രോപ്പ്, ഇങ്ങനെയൊക്കെയാണ് പുള്ളി വിചാരിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ ആ ഈഗോ അങ്ങനെ വളർന്നു കഴിഞ്ഞിട്ട് ഇയാളുടെ മുമ്പിൽ ഈ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ നോക്കുമ്പോൾ പുള്ളിക്ക് അത് അറിയില്ല എന്ന് സമ്മതിക്കാൻ പുള്ളിയുടെ ഈഗോ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഈ സ്റ്റാർട്ടർ സ്റ്റാമറിങ്.
സോ നമുക്ക് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ അറിവിനെ ഉപകാരപ്രദമായി ഒരു എംപ്ലോയർക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിന്നു കൊടുക്കുക എന്നുള്ളതാണ്.